രാമായണവും മഹാഭാരതവും പുരാണങ്ങളൊക്കെ പോപ്പുലറൈസ് ചെയ്ത ആരാ? ഏത് കാലഘട്ടത്തിലാണ്? 16-ാം നൂറ്റാണ്ടിലാണ് ഉറുദുവിലും അവധിയിലേക്കും ആദ്യമായിട്ട് രാമായണവും മഹാഭാരതവും ട്രാൻസ്ലേറ്റഡ് ആകുന്നത്. അവധിയിൽ, അതായത് ഹിന്ദിയുടെ ഒരു ഡയലക്റ്റാണ് അവധി. അവധിയിൽ രാമായണം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ഇത്രയധികം പോപ്പുലാരിറ്റി രാമായണത്തിന് വരുന്നത് ഹിന്ദി ഹാർട്ട്ലാൻഡിൽ. രസം നമ എന്ന് പറഞ്ഞിട്ട് മഹാഭാരതം അറബിക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയാണ്. സോ ജ്ഞാനോൽപാദനം മാത്രമല്ല, ആ ജ്ഞാനത്തിൻ്റെ സംരക്ഷണം നടത്തിയൊരു വലിയ കാലഘട്ടമുണ്ട്, മുഗൾ കാലഘട്ടം എന്ന് പറഞ്ഞൊരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം കെമിസ്ട്രി വർദ്ധിച്ചത്. പെർഫ്യൂം മേക്കിംഗ് ഇൻഡസ്ട്രി ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് സുഗന്ധദ്രവ്യങ്ങളെ പെർഫ്യൂമാക്കി മാറ്റുന്നത്, കാർപ്പറ്റ് മേക്കിംഗ് ഇൻഡസ്ട്രി ഏറ്റവും അധികമായിട്ട് വരുന്ന, മെറ്റലർജി ഏറ്റവും അധികമായിട്ട് വരുന്ന ഒരു കാലഘട്ടം 16-ാം നൂറ്റാണ്ട് തൊട്ട് 18-ാം നൂറ്റാണ്ട്. അതൊന്നും നോളജ് പ്രൊഡക്ഷൻ അല്ല. ആ കാലഘട്ടമേ എടുത്ത് മാറ്റാൻ നോക്കുന്നു. ആ കാലഘട്ടത്തിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന എല്ലാ എക്സ്പെർട്ടൈസും ഫിലോസഫിക്കൽ ഫ്രൂട്ടീഷനും അതൊന്നും നമുക്ക് വേണ്ട, അതെല്ലാം വെട്ടിമാറ്റാം, അബ്സല്യൂട്ട്ലി റിമൂവ് ചെയ്യാം. അതൊന്നും ജ്ഞാനഘടനയുടെ ഭാഗമല്ല, അല്ലെങ്കിൽ ഇന്ത്യൻ കോട്ട് ആൻഡ് കോട്ട് ഇന്ത്യൻ എപ്പിസ്റ്റമോളജിയുടെ ഭാഗമല്ല എന്നിവർ പറഞ്ഞു കളയും. ഇതിൽ എനിക്ക് ഓർമ്മ വരുന്നത് ഹെബർമാസ് പബ്ലിക് സ്ഫിയറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇദ്ദേഹം സിവിൽ സൊസൈറ്റിയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എഡ്യൂക്കേഷനെ പപ്പറ്ററി ആക്കി മാറ്റുന്നതാണ് പലപ്പോഴും ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ അടിയിൽ ചെയ്യുന്നത്. അതായത് നമ്മളെ എല്ലാം നീങ്ങുന്ന പാവകളാക്കി, അതായത് നമ്മൾ എന്ത് കഴിക്കണം, എന്ത് ഡ്രസ്സ് ചെയ്യണം, എന്ത് ചിന്തിക്കണം, എന്ത് പഠിക്കണം, ആർക്കാരെ കല്യാണം കഴിക്കാം, ആരുമായിട്ട് പ്രണയിക്കാം, ഇതെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്ന പപ്പറ്റ്സാക്കി മാറ്റാനുള്ള ശ്രമമാണ് പോസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് ഫാസിസ്റ്റ് സൊസൈറ്റീസ്, ക്യാപിറ്റലിസം വന്നു കഴിഞ്ഞ ഫാസിസ്റ്റ് സൊസൈറ്റികളിൽ നടക്കുന്നത്. അതിനെതിരെ പോരാടേണ്ടത് സിവിൽ സൊസൈറ്റിയാണെന്ന് ഹെബർമാസ് പറയുന്നുണ്ട്. ഇതിൽ ഹെബർമാസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഇതിൽ ഏറ്റവും അധികം ഈ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്, മനുഷ്യരെ പപ്പറ്റാക്കാൻ, മനുഷ്യരെ പാവകളാക്കാൻ യൂസ് ചെയ്യുന്നത് ഒന്ന് ചരിത്രമോ രണ്ട് മീഡിയയാണ്. ഇത് ഹെബർമാസ് യൂറോപ്യൻ സൊസൈറ്റിയെക്കുറിച്ച് പറഞ്ഞതാണ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ഇതേപോലെ ദാക്ഷായണി വേലായുധൻ പറയുന്നുണ്ട്, നമ്മൾ ചരിത്രത്തിൻ്റെ ചില ഏടുകളിലേക്ക് മാത്രം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വരാനിരിക്കുന്ന വിപത്തുകളെ നമ്മൾ ഇന്ന് തന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, നമ്മൾ വിചാരിക്കുകയാണ് ഹിന്ദുത്വ ശക്തികൾ നമ്മുടെ ഇടയിലില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു മൂഢസ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന്. ഇത് ദാക്ഷായണി വേലായുധൻ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സമയത്താണ്, അതായത് 1947 to 49 പീരീഡിലാണ് പറയുന്നത്. പക്ഷെ അതെത്ര വലിയൊരു മുന്നറിയിപ്പായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്.